ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, അരുന്ധതി റോയിയുടെ മനോഹരമായ ഒരു നോവലുണ്ട്, ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ തമ്പുരാൻ. തൻ്റെ ജന്മനാടായ ഐമനത്ത് തൻ്റെ കുട്ടിക്കാലത്ത് താൻ അനുഭവിച്ച പ്രകൃതിയെ, പരിസരങ്ങളെ, ചെറിയ ആളുകളെ, അവരിലൂടെ താൻ സ്വന്തമാക്കിയ വലിയ നന്മകളെക്കുറിച്ചാണ് ആ നോവൽ പറയുന്നത്. അതുപോലെ ഇന്നത്തെ സുവിശേഷവും നമ്മളോട് പറയുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളെ പരിഗണിക്കുന്ന ഒരു നല്ല ദൈവത്തെക്കുറിച്ചാണ്. തങ്ങളിൽ ആരാണ് വലിയവനെന്നൊരു ചിന്ത ശിഷ്യന്മാർക്കിടയിൽ ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നത് അവരോട് ദാസൻ്റെ രൂപം ധരിക്കാൻ വേണ്ടിയാണ്. അതും അവർക്ക് വ്യക്തമാവുന്നില്ലെന്ന് വരുമ്പോൾ ഈശോ ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യ നിർത്തിക്കൊണ്ട് പറയുന്നു, ഇതുപോലെ ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ അയച്ച എൻ്റെ പിതാവിനെയും സ്വീകരിക്കുന്നു. നിസ്സാരമായ എല്ലാറ്റിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ മനസ്സുണ്ട്, ദൈവികമായ ഒരു ബന്ധമുണ്ട്. നിസ്സാരതകളെ നാം പരിഗണിക്കുമ്പോൾ അത് അവരിൽ നിന്ന് ദൈവത്തിലേക്കുള്ള ഒരു പാലമായി, അദൃശ്യമായ ഒരു ചരടായിട്ട് മാറുമെന്ന് സുവിശേഷം നമുക്ക് ഉറപ്പു തരികയാണ്. നിസ്സാരതകളെ ദൈവം പരിഗണിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നത്. സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകത്തിൽ ജനത്തിൻ്റെ മുറവിളികൾക്ക് പരിഹാരമെന്നോണം ഒരു രാജാവിനെ സാമുവേൽ അഭിഷേകം ചെയ്യുന്നുണ്ട്, സാവൂളിനെ. ബെഞ്ചമിൻ ഗോത്രത്തിലെ ഏറ്റവും ഉയരമുള്ള പുരുഷനായിരുന്നു സാവൂൾ. കഴിവുറ്റ യോദ്ധാവായിരുന്നു, ധീരനായിരുന്നു. പക്ഷേ അവനെ ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോകുമ്പോൾ അടുത്ത രാജാവായിട്ട് ദൈവം പരിഗണിച്ചത് കോമളനായ ബാലനായ ദാവീദിനെയാണ്. പുതിയ രാജാവിനെ തേടി ജസ്സയുടെ ഭവനത്തിലെത്തുന്ന സാമുവേൽ ജസ്സയുടെ മൂത്ത മക്കളുടെ ശാരീരികമായ വലുപ്പം കണ്ട് സന്തോഷിക്കുന്നുണ്ട്. അവരിൽ ഒരാളെ രാജാവായി അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവാരൂപി അയാളോട് പറയുന്നുണ്ട്, ഇവരെയല്ല, ആകാരഭംഗിയിലല്ല എൻ്റെ ശ്രദ്ധ പതിയുന്നത്. പിന്നീടാണ് ബാലനായ ദാവീദ് കടന്നു വരുന്നത്. നിസ്സാരതകളെ ദൈവം പരിഗണിക്കുന്നതിന് ഒരു യുക്തി വിശുദ്ധ പൗലോസപ്പോസ്തലൻ പറയുന്നുണ്ട്. ആരും ദൈവസന്നിധിയിൽ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്യുന്നത്. ലോകദൃഷ്ടിയിൽ ദുർബലങ്ങളായവരെയും ബലഹീനരായവരെയും ദൈവം തിരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, ദുർബലതകളെ പരിഗണിക്കുമ്പോൾ, നിസ്സാരതകളെ പരിഗണിക്കുമ്പോൾ അവയ്ക്ക് പിന്നിൽ ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യമുണ്ടെന്ന് നാം എപ്പോഴും ഓർക്കണം. ഈശോ പറയുന്നുണ്ട്, ഈ എളിയവരിൽ ഒരുവന് ഒരു പാത്രം വെള്ളമെങ്കിലും കുടിക്കാൻ കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കും. ഒരു പാത്രം വെള്ളം പോലും നിസ്സാരമല്ല. നാം ചെയ്യുന്ന നിസ്സാരമായ ഏതൊരു പ്രവൃത്തിക്കും ദൈവസന്നിധിയിൽ വലിയ പരിഗണന ലഭിക്കുമെന്ന് സുവിശേഷം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. നാം ഇന്ന് വായിച്ച ലേഖനത്തിൽ, ഫിലിപ്പിയർക്കുള്ള ലേഖനം 4-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അതിമനോഹരമായ ഒരു വചനം കുറിച്ച് വച്ചിട്ടുണ്ട്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും പുറകിൽ ഊർജ്ജ സ്രോതസ്സായിട്ട് ദൈവമുണ്ട്. അവനാണ് എന്നെ ശക്തിപ്പെടുത്തുന്നത്. അവൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്കെന്തും സാധ്യമാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ അഹങ്കാര ചിന്തകളെ വെടിഞ്ഞ് നമ്മിൽ പ്രവർത്തിക്കുന്നത് ദൈവമാണെന്നുള്ള എളിയ മനോഭാവത്തിലേക്ക് നമ്മൾ മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായി, നിസ്സാരമെന്ന് കരുതാൻ ഈ ലോകം പ്രേരിപ്പിക്കുന്ന, ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളെ പരിഗണിക്കാൻ, അവയ്ക്കെല്ലാം പുറകിൽ ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യമുണ്ടെന്നുള്ള ഒരു ധ്യാനത്തോടെ അവരെ സമീപിക്കാൻ, അവരിലൂടെ ദൈവത്തോട് ബന്ധപ്പെടാനുള്ള ഒരു ആഹ്വാനം ഈ നോമ്പിൽ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര നിസ്സാരമാവട്ടെ, നമ്മൾ പങ്കുവയ്ക്കുന്ന വസ്തുക്കൾ എത്രയോ ചെറുതാവട്ടെ, ലോകദൃഷ്ടിയിൽ അവയെല്ലാം ചെറുതാണെങ്കിലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവയെല്ലാം പരിഗണിക്കപ്പെടും, വിലമതിക്കപ്പെടുമെന്ന് നമ്മൾ ഓർക്കണം. നിസ്സാരതകളെ ദൈവം പരിഗണിക്കുന്നു. നിസ്സാരർക്ക് പിന്നിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നിസ്സാരതകളെ വിലമതിക്കുന്നവരായി ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഇടം പിടിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.